ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിപ്പ ഭീതി അകലുന്നു. ഉയർന്ന റിസ്കിൽപ്പെടുന്ന ഒരാളെ കൂടി കഴിഞ്ഞ ദിവസം ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബീച്ചിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി ജില്ലാ ഭരണകൂടം. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSMEകളുടെ പങ്ക് വലുതെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. യോഗ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിൽ യോഗയാകട്ടെ ലഹരി എന്ന സന്ദേശമുയർത്തി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. നിപ്പ ഭീതി അകലുന്നു. ഉയർന്ന റിസ്കിൽപ്പെട്ടുന്ന ഒരാളെ കൂടി കഴിഞ്ഞ ദിവസം ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. സമ്പർക്ക പട്ടികയിലുള്ള ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണ വേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിലവിലെ രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ആദ്യമായാണ് ഒരാളെ ഒഴിവാക്കുന്നത്. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ള ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട 13 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേർ നിരീക്ഷണത്തിലാണ്. നിപ്പ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ സന്ദർശനം നടത്തി. സംശയ നിവാരണത്തിനായി ഇതുവരെ ജില്ലാ കൺട്രോൾ റൂമിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള 92 ഫോൺ വിളികൾ എത്തിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഇന്ന് ജില്ലാ കൺട്രോൾ റൂമിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ മാനസിക ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഇതുവരെ 125 പേരെ വിളിക്കുകയും മാനസിക പിന്തുണ ഉറപ്പാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബീച്ചിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കി. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. എനിക്ക് തോന്നുന്നു ലഹരിക്കെതിരെ ഉള്ള യുദ്ധത്തിൽ എല്ലാവരും ഭാഗമാകണം. ഓരോ പൗരനും അതിന്റെ ഭാഗമാകണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നമ്മളുടെ ഫ്യൂച്ചർ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഈ ഒരു ക്രൈസിസിൽ നിന്ന്. സാമൂഹിക നീതി വകുപ്പ് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ശരണ്യ സംസാരിച്ചു. DCIP പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിജീഷ് ആനന്ദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ലഹരി ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന വ്യക്തിഗതവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം കൈമാറുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഗെയിം ചിട്ടപ്പെടുത്തിയത്. ഒപ്പം പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഉപേക്ഷിച്ച് സൗഹൃദം, ഭക്ഷണം, കായികം, സിനിമ തുടങ്ങിയ ജീവിതത്തിലെ ആരോഗ്യകരമായ മേഖലകളെ ലഹരിയാക്കുക എന്ന സന്ദേശത്തിൽ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പുതുലഹരിയിലേക്ക് ഷെയർ ലവ് നോട്ട് ഡ്രഗ്സ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത്. ഷൂട്ട് ഔട്ട്, ലൈവ് പെയിന്റിംഗ് തുടങ്ങിയ ആക്ടിവിറ്റി കോർണറുകളും സെൻസസ് ഹെൽപ്പ് ഡെസ്ക്, സെൽഫി പോയിന്റ് എന്നിവയും പരിപാടിയുടെ ഭാഗമായി സജ്ജീകരിച്ചു. ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പാമ്പും കോണിയും കളിക്കളം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSMEകളുടെ പങ്ക് വലുതെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. ICAI കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ MSME ദിനം ആചരിച്ചു. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSMEകളുടെ പങ്ക് വളരെ വലുതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ MSME ദിന മഹോത്സവവും സെമിനാറും വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ രംഗത്ത് വിജയിച്ച വികസിത രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയുടെ വലിയ പങ്കും MSMEകൾ മുഖേനയാണ്. സംസ്ഥാന സർക്കാർ തന്നെ വിവിധ പദ്ധതികളിലൂടെ MSMEകൾക്ക് ധനസഹായം നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ചക്കും നിലനിൽപ്പിനും അനിവാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഗവൺമെന്റ് തന്നെ പല പദ്ധതികളും MSMEകളെ സഹായിക്കാൻ, നൂതന ആശയവുമായി വരുന്ന സ്റ്റാർട്ടപ്പുകളെയൊക്കെ സഹായിക്കാൻ, അതുപോലെ തെളിവുള്ളവർക്ക് പരിരക്ഷ നൽകാനും ഒക്കെ നടപ്പാക്കുന്നുണ്ട്. ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സർക്കാർ പദ്ധതികളും സംരംഭകരും വിഷയത്തിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ P വിപിൻ ദാസും, ധനസഹായവും വികസന പദ്ധതികളും വിഷയത്തിൽ നബാർഡ് കോഴിക്കോട് ജനറൽ മാനേജർ V രാഗേഷും ക്ലാസ് എടുത്തു. SBI ഡെപ്യൂട്ടി മാനേജർ പ്രിൻസി P സുരേന്ദ്രൻ, കാനറ ബാങ്ക് ക്രെഡിറ്റ് ഓഫീസർ VA അസന്യ, കേരള ബാങ്ക് സീനിയർ മാനേജർ ജീഷ്മ എന്നിവർ പ്രസംഗിച്ചു. ICAI കോഴിക്കോട് ശാഖ ചെയർപേഴ്സൺ M അത്ഭുതജ്യോതി സ്വാഗതവും സെക്രട്ടറി C രവി ചന്ദ്രശേഖർ നന്ദിയും പറഞ്ഞു. ഇന്ത്യയിലുടനീളം ഏറ്റവും കൂടുതൽ ചെറുകിട സൂക്ഷ്മ സംരംഭകരും ICAക്കാരും ഒരേ സമയം ഒരു വേദിയിൽ MSME ദിനത്തിൽ സംഗമിച്ചത് ലോക റെക്കോർഡും ലക്ഷ്യമിടുന്നതായി M അത്ഭുതജ്യോതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടുനിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിൽ യോഗയാകട്ടെ ലഹരി എന്ന സന്ദേശമുയർത്തി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ചടങ്ങിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയുമെടുത്തു. ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് യോഗയാവട്ടെ ലഹരി, യോഗ ദിനചര്യയുടെ ഭാഗമാക്കുക എന്ന സന്ദേശമുണർത്തി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് റഫീഖ് കക്കാടംപൊയിൽ ഉദ്ഘാടനം ചെയ്തു. കൂടുതലായിട്ട് ഈ രാസലഹരിക്കെതിരെ കർശനമായിട്ട് നിലപാടെടുക്കുന്നതാണ്. കാരണം ഞങ്ങൾ അസോസിയേഷനിൽപ്പെട്ട എല്ലാ മെമ്പർമാരോടും ഞങ്ങൾ കർശനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ രീതിയിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസുള്ള ആളുകൾ നമ്മുടെ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 100% നമ്മൾ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യണം. നമുക്ക് ആ ഒരു ബിസിനസ് നമുക്ക് നടത്തണ്ട എന്ന് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഈ ഫ്രണ്ട്സ് ഓഫ് യോഗ ഈ ഒരു ഇതിലേക്ക് ക്ഷണിച്ച നമ്മുടെ ഈ ടീമിനും എല്ലാവർക്കും
ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഫ്രണ്ട്സ് ഓഫ് യോഗ ചീഫ് കോർഡിനേറ്റർ രാജൻ തേങ്ങാപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി മുഖ്യാതിഥിയായി. പൂർവ്വ സൈനിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ ആശംസ നേർന്നു. ഫ്രണ്ട്സ് ഓഫ് യോഗ സീനിയർ അംഗങ്ങളായ കമലമ്മ, അബ്ദുള്ളക്കോയ എന്നിവരെ ആദരിച്ചു. രാജൻ തേങ്ങാപറമ്പത്ത് യോഗയ്ക്ക് നേതൃത്വം നൽകി. ഏതൊരു വ്യക്തിക്കും അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് TT ഉമ്മർ സ്വാഗതവും രമേശ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 19 വർഷമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോലി തുടരുന്ന പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാർക്ക് പ്രത്യേക സേവന വേതന വ്യവസ്ഥകൾ നടപ്പാക്കണമെന്ന് കേരള പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കെ പ്രവീൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിറ്റി നഴ്സുമാരുടെ സേവനം സ്ഥിരപ്പെടുത്തുക, സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുക, നിയമനത്തിൽ മുൻഗണന നൽകുക, പിരിയുമ്പോൾ 25 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിച്ചു. കിടപ്പ് രോഗി മക്കളൊക്കെ വിദേശത്താണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവര് എന്നെ ലാൻഡ് ഫോണിൽ ഒരു തവണ വിളിച്ചിട്ട് പറഞ്ഞു, മേലൊക്കെ പൊട്ടിയിട്ടുണ്ട് മാഡം, ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കുക, 70 വയസ്സിന് പുറത്തുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ നോക്കട്ടെ, ഞാൻ നേഴ്സ്, പാലിയേറ്റീവ് നഴ്സിന് എനിക്ക് ഇങ്ങനെ എന്ത് വന്നാൽ ഞാൻ വിളിക്കുക രേഷ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്ററെയാണ്. ആ സിസ്റ്റർ വന്നു പോയ ശേഷം ഞാൻ വൈകിട്ട് ആ അപ്പച്ചന്റെ അടുത്ത് പോയപ്പോ അപ്പച്ചൻ പറഞ്ഞെന്താണ്, എനിക്ക് അവര് തന്ന കെയറിങ്ങില് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ പനിച്ചു കിടക്കുമ്പോ എന്റെ അമ്മ വന്ന് ചെയ്യുന്ന ഫീൽ എനിക്ക് വന്നു. നിങ്ങൾ കൊടുക്കുന്നത് അവിടെ സ്നേഹമാണ്, കെയറിംഗ് ആണ്, പാലിയേറ്റീവ് കെയർ ആണ് നിങ്ങൾ ചെയ്യുന്നത്. കെയറിംഗ് അതായത് നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ നമുക്ക് ആ ഒരാളെ അവരോട് നമുക്ക് സിമ്പതി തോന്നുന്നത് വെറും സിമ്പതി. പക്ഷെ അവരുടെ പ്രശ്നം നമ്മളതായി തോന്നുന്നത് എന്താണ്? എമ്പതി. അപ്പൊ ആ എമ്പത്തറ്റിക് ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതും ചെയ്യുന്നതും. കെ പ്രവീൺകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി M രാജൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ സമ്മേളനം INTUC ദേശീയ സെക്രട്ടറി MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, PM അബ്ദുറഹിമാൻ, K രാജീവ്, K രാകേഷ്, സുനീഷ് മാമിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജിലാണെങ്കിൽ, ബീച്ച് ഹോസ്പിറ്റലാണെങ്കിൽ, ഏത് കാര്യത്തിലാണ് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രോഗികളുമായി ബന്ധപ്പെടുന്നത്. ആ രോഗികളെ ബന്ധപ്പെടാനുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഉണ്ടാകും. എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ പാർട്ടിന്റെ പ്രതിനിധിയാണ്, HPS മെമ്പറായിട്ട്. അപ്പം ഇവിടുന്ന് രാജമക്കീലിനടുത്തോ മറ്റു DCCന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നമ്പർ കിട്ടും. വേണ്ട രീതിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഉണ്ടാവും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പുതിയ ഭാരവാഹികളായി M രാജൻ, V സജില, ആഗ്നസ് ജോസ്, പ്രിയ ജോൺ, TA ലിസി, കുഞ്ഞുമോൾ തോമസ്, B വസന്തകുമാരി, റീന ബേബി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CSCO ആർദ്രം പദ്ധതി പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനവും സപ്തതി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും MK രാഘവൻ MP നിർവഹിച്ചു. സത്കർമ്മത്തിലൂടെ ചിരപ്രതിഷ്ഠ നേടിയ പ്രസ്ഥാനമാണ് CSCO എന്ന് MP അഭിപ്രായപ്പെട്ടു. കുറ്റിച്ചിറ കേന്ദ്രീകരിച്ച് ഒരു കൂട്ടം യുവാക്കൾ 1956 ലൈബ്രറിയായി തുടക്കം കുറിച്ച CSCO സപ്തതിയുടെ ആഘോഷത്തിനൊരുങ്ങുന്നു. കോതിപ്പാലം യാഥാർത്ഥ്യമാക്കാൻ ജനകീയ ഇടപെടൽ നടത്തിയും വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചും ഒരു നാടിന്റെ മനസ്സിൽ ഇടം നേടി മുന്നേറുകയാണ്. 2024-26 ഭരണസമിതി പ്രഖ്യാപിച്ച അഭയം പദ്ധതിക്ക് പിന്നാലെ ആർദ്രം പദ്ധതി അഥവാ നിർധനർക്ക് 75 കുഴൽക്കിണറും 7 ശൗചാലയവും യാഥാർത്ഥ്യമായി. പദ്ധതി പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനവും സപ്തതി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും MK രാഘവൻ MP നിർവഹിച്ചു. CSCO സത്കർമ്മത്തിലൂടെ ചിരപ്രതിഷ്ഠ നേടിയ പ്രസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മാതൃകയായി ഒരു സംഘടന ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പൊതുപ്രവർത്തകർ ഇത് ഒരു ഗവേഷണത്തിന് വിധേയമാക്കണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ ഇടം തേടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അത് സത്കർമ്മത്തിലൂടെ മാത്രമേ സാധിക്കൂ. സത്കർമ്മം മാത്രം ചെയ്ത് ജനങ്ങളുടെ പ്രീതി ആർജിച്ച, പിന്തുണ ആർജിച്ച ഒരു മഹാസംഘടന നിലക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ
എന്താ പറയാ, ഞാൻ നമോവാദം പറയാൻ ഈ അവസരം ഉപയോഗിക്കാം. കുറ്റിച്ചിറ സിഎസ്കോ ഹാളിൽ നടന്ന ചടങ്ങിൽ സിഎസ്കോ പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. കെ ജയന്ത് MLA മുഖ്യാതിഥിയായി. കോഴിക്കോട് മുഖ്യ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി വിശിഷ്ടാതിഥിയായി. കോർപ്പറേഷൻ കൗൺസിലർമാരായ SK അബൂബക്കർ, TPM ജിഷാൻ, സിഎസ്കോ ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റുമാരായ K നൌഷാദ് അലി, SM സാലിർ, സെക്രട്ടറിമാരായ CPM സയ്യിദ് അഹമ്മദ്, PVC യൂനുസ്, ട്രഷറർ PP അബ്ദുള്ള കോയ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാർ റാലി സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആഭിമുഖ്യത്തിൽ നടത്തിയ ഫൺ റൺ കാലിക്കറ്റ് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ റവന്യൂ മന്ത്രി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതോടനുബന്ധിച്ച് റോട്ടറി കാലിക്കറ്റ് സെന്ററിലും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ചാപ്റ്റർ സംയുക്തമായി നടത്തിയ കാർ റാലിയും മന്ത്രി അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് മേയർ O സദാശിവൻ, കോഴിക്കോട് MLA ജയന്ത്, കൊയിലാണ്ടി MLA പ്രവീൺ കുമാർ, എക്സൈസ് പോലീസ് കമ്മീഷണർമാർ, റോട്ടറി കാലിക്കറ്റ് സെൻട്രൽ പ്രസിഡന്റ് പ്രദീപ് ബാലകൃഷ്ണൻ, IDA മലബാർ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ടോം ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായി തെരുവിലുള്ള ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 50% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ ഞാറ്റുവേല മേള ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷക അവാർഡ് ജേതാവ് PM ജീജ പയ്യെ ആദരിച്ചു. അപ്പൊ നമുക്കറിയാം, കാർഷിക രംഗത്തെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല. വളരെ നമുക്ക് ഫ്ലാറ്റിൽ ജീവിക്കുകയാണെങ്കിൽ പോലും ഇന്ന് നമുക്ക് അതിന് അങ്ങനെ കൃഷി ചെയ്യാനുള്ള ഇന്ന് സംവിധാനങ്ങൾ പോലും ഇന്നുണ്ട്. അപ്പോൾ കൃഷിയെ നമ്മൾ സ്നേഹിച്ച് തന്നെ മുൻപോട്ട് പോകണം. കാർഷിക രംഗത്തിന് ഉണർവ് നൽകുന്ന പദ്ധതികളൊക്കെ നമുക്ക് നടപ്പിലാക്കി മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ
ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ, മാങ്ങ അതുപോലെ ചക്ക, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ജൈവ രീതിയിലായിരിക്കണം. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളുടെ അവസ്ഥ എന്താണ്? കീടനാശിനികൾ കൂടുതൽ അളവിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കിട്ടുന്നത്. ക്യാൻസർ രോഗമൊക്കെ വരാൻ ഇതൊരു കാരണം തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഉള്ള സ്ഥലത്ത് നമുക്ക് പച്ചക്കറികൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് കറിവേപ്പിലയായാലും മുളകായാലും അല്ലെ പാവയ്ക്കയായാലും മറ്റ് കോവയ്ക്കയായാലും ഒക്കെ നമുക്ക് വഴുതനയായാലും വെണ്ടയായാലും ഒക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കൃഷി ചെയ്യാൻ സാധിക്കണം. അത് നമ്മുടെ ഒരു ശൈലിയായി മാറണം. എല്ലാവരെയും നമ്മൾ എന്താണ് അതിനുള്ള ഒരു പ്രചോദനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ടാക്സ് അപ്പീൽ സ്ഥിരസമിതി അധ്യക്ഷ വിനീത സജീവ്, നാച്ചുറൽ ലൈഫ് പ്രകൃതി ജീവനാലയം ചെയർമാൻ ജേക്കബ് വടക്കഞ്ചേരി, ഫാർമർ ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ പി.കെ. ബിദുൽ, നിറവ് വേങ്ങേരി ചെയർമാൻ പി.പി. മോഹനൻ, സംഘം പ്രസിഡന്റ് എ.കെ. ശ്യാം പ്രസാദ്, എംപോറിയം മാനേജർ ടി. ഷൈജു എന്നിവർ പ്രസംഗിച്ചു. കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ കീഴിൽ നടക്കുന്ന മേള ജൂലൈ 5 വരെ മിഠായി തെരുവിന് സമീപത്തെ ഗാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടക്കും. ഫലവൃക്ഷ തൈകൾ മേളയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ചാപ്റ്റർ പ്രാക്ടീസിംഗ് കമ്പനി സെക്രട്ടറീസ് ദിനം ആചരിച്ചു. പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. PCS ദിനാചരണത്തിന്റെയും ഭാഗമായാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത്. സ്റ്റാർട്ടപ്പ് വാല്യുവേഷൻ, ഫണ്ട് റൈസിംഗ്, MSM, കോർപ്പറേറ്റ് ഗവേണൻസ്, കംപ്ലയൻസ്, സുസ്ഥിര വളർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ ICSI MSME ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട CS MA ആഷിഖിനെ ആദരിച്ചു. കോഴിക്കോട് മറീന റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ചാപ്റ്റർ ചെയർമാൻ CS KV സവീഷ് CSWA അധ്യക്ഷനായി. CS സന്ദീപ് പണക്കാട്ടിനെയും പേറ്റന്റ് ഏജന്റായും രജിസ്റ്റേർഡ് വാല്യുവറായും യോഗ്യത നേടിയ CS ആൽഫി അഗസ്റ്റിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ചാപ്റ്റർ സെക്രട്ടറി CS അബ്ദുറഹ്മാൻ ഇർഷാദ്, മുൻ ചെയർമാൻമാരായ CS KB സതീശൻ, CS ശ്രീപ്രിയ, CS ഉത്തം കുമാർ UK, CS റിയാസ് ബാബു, CS ഗൗതം R മല്ലയ്യ, അരുൺ KV, ഐസക് വില്യംസ്, മനു ഫ്രാൻസിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ ഭീതി അകലുന്നു. ഉയർന്ന റിസ്കിൽപ്പെടുന്ന ഒരാളെ കൂടി കഴിഞ്ഞ ദിവസം ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബീച്ചിൽ ഭീമൻ പാമ്പും കോടിയും ഒരുക്കി ജില്ലാ ഭരണകൂടം. സുസ്ഥിര വികസനത്തിനും സമ്പദ്ഘടനയ്ക്കും MSMEകളുടെ പങ്ക് വലുതെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടി. യോഗ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ ആഭിമുഖ്യത്തിൽ യോഗയാകട്ടെ ലഹരി എന്ന സന്ദേശമുയർത്തി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.